ചേർത്ത് നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാരംഭത്തിൽ ദൈവദാസൻ പറഞ്ഞതുപോലെ ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ഇന്ന് പകൽ എത്ര പേർ അധരങ്ങളെ തുറന്ന് ആ നല്ല കർത്താവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കും. 2 ദിനവൃത്താന്തം 5-ാം അധ്യായം അതിൻ്റെ 12, 13, 14 വാക്യങ്ങൾ ഇങ്ങനെ കാണുന്നു. ആസാഫ്, ഹേമാൻ, യദൂഥൂൻ എന്നിവരും അവരുടെ പുത്രന്മാരും സഹോദരന്മാരുമായ സംഗീതക്കാരെ, ലേവ്യക്കാരെല്ലാം കൈത്താളങ്ങളും വീണകളും കിന്നരങ്ങളും എടുത്തുകൊണ്ട് കാഹളമൂതുന്ന പുരോഹിതന്മാരോട് ചേർന്ന് ഏകസ്വരത്തിൽ അത്യുച്ചത്തിൽ അവർ പാടുകയാണ്. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അവർ ഉച്ചത്തിൽ ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ ആലയത്തിൽ ഒരു മേഘം നിറയുവാനിടയായി തീർന്നു. അവർ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചപ്പോൾ അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് പാടിയപ്പോൾ ആലയത്തിനകത്ത് മേഘം, ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വന്നു. പുരോഹിതന്മാർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ പോലും നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ ദൈവത്തിൻ്റെ തേജസ് ആലയത്തിനകത്തേക്ക് ഇറങ്ങി വന്നതുപോലെ ഇന്ന് പകൽ എത്ര പേർ ഒരു മനസ്സോടെ ഒരു ശബ്ദത്തോടെ വിളിച്ചു പറയും, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അതരങ്ങളെ തുറന്നൊന്ന് വിളിച്ചു പറഞ്ഞാട്ട്, നമ്മുടെ ദൈവം നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ ദൈവം നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ ചെയ്ത ഉപകാരങ്ങളെല്ലാം ഓർത്തുകൊണ്ട് ഒന്ന് പറയാമോ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മൾ വിടുവിച്ച നല്ല കർത്താവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞാട്ട്, അങ്ങ് നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. എൻ്റെ രോഗത്തെ സൗഖ്യമാക്കിയ ദൈവത്തിന് അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. എന്നെ രക്ഷിച്ച ദൈവത്തിന് മുഖത്ത് നോക്കി പറഞ്ഞാട്ട്, അങ്ങ് നല്ലവനല്ലോ, അവിടുത്തെ ദയ എന്നേക്കുമുള്ളത്. എൻ്റെ പാപം വലിയതായിരുന്നു. അപ്പോൾ ദൈവം പറയുക, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ ദയ എൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ്റെ ദയ നമ്മളോട് വലുതായിരുന്നുവല്ലോ. നമ്മുടെ പാപത്തെ നമ്മളിൽ നിന്ന് അകറ്റിയ ദൈവത്തിന് നന്ദി പറഞ്ഞു തുടങ്ങിയാട്ടെ. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. നന്ദി കർത്താവേ. അവൻ എന്നുമുള്ളത്, അവൻ ദയയോ എത്ര വലിയത്. അവൻ ദയയോ എന്നുമുള്ളത്, അവൻ ദയയോ എത്ര വലിയത്. പാടിയട്ട്, അവൻ ദയയോ, അവൻ ദയയോ എന്നുമുള്ളത്, അവൻ ദയയോ, അവൻ ദയയോ എത്ര വലിയത്. ഒരിക്കൽ കൂടി, അവൻ ദയയോ, അവൻ ദയയോ എന്നുമുള്ളത്, അവൻ ദയയോ എത്ര വലിയത്. ആകാശം, ആകാശം ഭൂമിക്കുമീതെ ഉയർന്നിരിക്കും പോലെ തൻ്റെ എത്ര വലിയത്. ആകാശം ഭൂമിക്കുമീതെ ഉയർന്നിരിക്കും പോലെ തൻ്റെ എത്ര വലിയത്. അവൻ ദയയോ, അവൻ ദയയോ എന്നുമുള്ളത്, അവൻ ദയയോ എത്ര വലിയത്. അവൻ ദയയോ എന്നുമുള്ളത്, അവൻ
എത്ര വലിയത്. എൻ പ്രാപ്തിയെല്ലാം അങ്ങു മാത്രം, എൻ യോഗ്യതയോ നിൻ കൃപ മാത്രം. എൻ പ്രാപ്തിയെല്ലാം അങ്ങു മാത്രം, എൻ്റെ യോഗ്യത, എൻ യോഗ്യതയോ നിൻ കൃപ മാത്രം. എൻ്റെ പ്രാപ്തി, എൻ പ്രാപ്തിയെല്ലാം അങ്ങു മാത്രം, എൻ യോഗ്യതയോ നിൻ കൃപ മാത്രം. നിൽക്കുന്നതോ നിൽക്കുന്നതോ നിൻ ക്രൂശിൽ ചാരി, എൻ ഭാവിയെല്ലാം നിൻ കരത്തിൽ. നിൽക്കുന്നതോ നിൻ ക്രൂശിൽ ചാരി, എൻ ഭാവിയെല്ലാം നിൻ കരത്തിൽ. എൻ പ്രാപ്തിയെല്ലാം, എൻ പ്രാപ്തിയെല്ലാം അങ്ങു മാത്രം. എൻ്റെ യോഗ്യതയോ, എൻ യോഗ്യതയോ അവിടുത്തെ കൃപ മാത്രം, നിൻ കൃപ മാത്രം. എൻ്റെ പ്രാപ്തിയെല്ലാം, എൻ പ്രാപ്തിയെല്ലാം, എൻ്റെ യോഗ്യതയോ, എൻ യോഗ്യതയോ നിൻ കൃപ മാത്രം. നിൽക്കുന്നതോ നിൽക്കുന്നതോ നിൻ ക്രൂശിൽ ചാരി, എൻ ഭാവിയെല്ലാം നിൻ കരത്തിൽ. നിൽക്കുന്നതോ നിൻ ക്രൂശിൽ ചാരി, എൻ ഭാവിയെല്ലാം നിൻ കരത്തിൽ. വൻവിനകൾ വന്നിടുകിൽ വാലയുകയിൽ എൻ ഹൃദയം. വൻവിനകൾ വന്നിടുകിൽ വാലയുകയിൽ എൻ ഹൃദയം. വല്ലഭൻ നീ എന്നഭയം വന്നിടുമോ പിന്നെ ഭയം. വല്ലഭൻ നീ എന്നഭയം വന്നിടുമോ പിന്നെ ഭയം. അനുഗ്രഹത്തിൻ ആധിപതിയേ ആനന്ദ കൃപ പേരും നദിയേ. അനുഗ്രഹത്തിൻ ആധിപതിയേ ആനന്ദ കൃപ പേരും നദിയേ. അനുദിനം നിൻ പാദം ഗതിയേ ആടിയാനു നിൻ കൃപമാതിയേ. ഓ അനുദിനം നിൻ പാദം ഗതിയേ കൃപമാതിയേ. തന്നുയിരേ പാപികൾക്കായി തന്നവനാം നീയും. ഓ തന്നുയിരേ പാപികൾക്കായി തന്നവനാം നീയും. തള്ളിടുമോ ഏഴായെന്നെ തീരുമോ നീ. ഓ സ്നേഹം തള്ളിടുമോ തള്ളിടുമോ ഏഴായെന്നെ തീരുമോ നിൻ. തള്ളിടുമോ
വല്ലഭൻ നീ എന്നഭയം വന്നിടുമോ തള്ളിടുമോ തള്ളിടുമോ ഏഴായെന്നെ തീരുമോ നിൻ സ്നേഹമെന്നിൽ തള്ളിടുമോ ഏഴായെന്നെ തീരുമോ നിൻ സ്നേഹമെന്നിൽ തള്ളിടുമോ ഏഴായെന്നെ തീരുമോ നിൻ സ്നേഹമെന്നിൽ എൻ രക്ഷകാ എൻ ദൈവമേ അല്ലാതില്ലാരും എന്നേശു മാത്രം മതിയേ നീക്കേതു നേരത്തും എന്നേശു മാത്രം മതിയേ നീക്കേതു നേരത്തും എൻ പ്രാപ്തിയല്ല അങ്ങു മാത്രം എൻ യോഗ്യതയോ നിൻ കൃപ മാത്രം എൻ പ്രാപ്തിയല്ല അങ്ങു മാത്രം എൻ യോഗ്യതയോ നിൻ കൃപ മാത്രം നിൽക്കുന്നതോ നിൻ ക്രൂശിൽ ചാരി എൻ ഭാവിയല്ല നിൻ കരത്തിൽ നിൽക്കുന്നതോ നിൻ ക്രൂശിൽ ചാരി എൻ ഭാവിയല്ല ഒരിക്കൽ കൂടെ പാടാമോ എൻ്റെ പ്രാപ്തിയല്ല എൻ പ്രാപ്തിയല്ല അങ്ങു മാത്രം എൻ്റെ യോഗ്യതകൾ എൻ യോഗ്യതയോ നിൻ കൃപ മാത്രം എൻ പ്രാപ്തിയല്ല അങ്ങു മാത്രം എൻ്റെ യോഗ്യതകൾ എൻ യോഗ്യതയോ നിൻ കൃപ മാത്രം നിൽക്കുന്നതോ നിൻ ക്രൂശിൽ ചാരി എൻ ഭാവിയല്ല നിൻ കരത്തിൽ നിൽക്കുന്നതോ നിൻ ക്രൂശിൽ ചാരി എൻ ഭാവിയല്ല നിൻ കരത്തിൽ. ഇന്ന് പകൽ എത്ര പേർക്ക് ആ ധൈര്യമുണ്ട്? എൻ്റെ ഭാവി എൻ്റെ താതൻ്റെ കരത്തിൽ ഭദ്രമാണെന്നും ഇന്ന് പകലും വാഗ്ദത്തങ്ങളെ ഓർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ആ ദൈവത്തിലുള്ള വിശ്വാസം അർപ്പിച്ചാട്ട് അതിനെ പ്രകടമാക്കിയാട്ട് അതരങ്ങളെയൊക്കെ തുറന്നൊന്ന് സ്തുതിച്ചു തുടങ്ങിയാട്ട് നിങ്ങളുടെ ധൈര്യത്തിന് ഒരു ചിന്ത മാത്രം പറയാം. ദൈവം ദാവീദിന് കൊടുത്ത വാഗ്ദത്തമായിരുന്നു, നിനക്ക് ശേഷം രാജസ്ഥാനത്തിരിക്കുവാൻ നിന്നിൽ നിന്നൊരു പുരുഷ സന്തതി ഇല്ലാതെ പോകുകയില്ല എന്ന് ദാവീദിന് കൊടുത്ത വാഗ്ദത്തമാണ്. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇസ്രായേലിലും യഹൂദയിലും പാപം വർദ്ധിച്ചു. ആഹാബിൻ്റെയും ഇസബേലിൻ്റെയും കാലത്ത്, യോരാമിൻ്റെയും അഹസ്യാവിൻ്റെയും കാലത്ത് പാപങ്ങൾ വർദ്ധിച്ചു. ദൈവം ഒരുവനെ എഴുന്നേൽപ്പിച്ചു. യേഹു എന്നാണ് അവൻ്റെ പേര്. ഈ പാപത്തിൽ നിന്ന് ജനത്തെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം യേഹുവിനെ എഴുന്നേൽപ്പിച്ചു. യോരാമിനെയും അഹസ്യാവിനെയും യേഹു കൊന്നുകളഞ്ഞു. ഒരു പരിധിവരെ പാപങ്ങൾ നിർത്തൽ ചെയ്തു. എന്നാൽ അഹസ്യാവിൻ്റെ ഭാര്യയായ അതല്യ എന്ത് ചെയ്തെന്നറിയാമോ? ഇനി രാജസ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ സന്തതികളെയും കൊല്ലുവാൻ തീരുമാനിച്ചു.
എന്നാൽ അതിൻ്റെ നടുവിൽ ഒരുവൻ രക്ഷപ്പെട്ടു കേട്ടോ. അവൻ്റെ പേരായി യഹോശാവ്. യഹോശാവ് എന്ന് പറയുന്നവൻ മാത്രം രക്ഷപ്പെട്ടു. അഹസ്യാവിൻ്റെ സഹോദരി അവനെ എടുത്തുകൊണ്ടുപോയി ഒളിപ്പിച്ചു. അവളുടെ ശയനഗ്രഹത്തിലും പിന്നീട് 6 വർഷം ആലയത്തിൽ പുരോഹിതൻ്റെ കൂടെ യഹോശാവിനെ ഒളിപ്പിച്ചു എന്നാണ് വായിക്കുന്നത്. ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തം കിടക്കിയ, നിന്നിൽ നിന്ന് ഒരു പുരുഷ സന്തതി ഇല്ലാതെ പോകയില്ലെന്ന്. ആ ഒരു വാഗ്ദത്തം കിടക്കുന്നത് കൊണ്ട് മരണകരമായത് പിടിക്കുവാൻ ഇരുന്ന ഇടത്ത് നിന്ന് ഇത് അഹസ്യാവിൻ്റെ സഹോദരി അവനെ വിടുവിച്ച് കൊണ്ടുപോയി ഒളിപ്പിക്കുകയാണ്. ആലയത്തിൽ 6 വർഷം അവനെ ഒളിപ്പിച്ചു. 7ാമത്തെ വർഷം എന്ത് സംഭവിച്ചെന്നറിയാമോ? അവൻ്റെ പ്രായം നോക്കാതെ, അവൻ്റെ പക്വത നോക്കാതെ പുരോഹിതന്മാർ അവനെ രാജാവായി വാഴിച്ചു. 7 വയസ്സുകാരൻ്റെ പക്വതയും അവൻ്റെ യോഗ്യതകളും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. പക്ഷെ വാഗ്ദത്തം കിടക്കുന്നത് കൊണ്ട് പ്രായം ഒരു വിഷയമായിരുന്നില്ല. യഹോശാവ് 7ാമത്തെ വയസ്സിൽ യഹൂദയ്ക്ക് രാജാവായി തീർന്നതുപോലെ വാഗ്ദത്തങ്ങളെ ഓർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഇന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ, സാഹചര്യങ്ങളെ നോക്കാതെ ദൈവമുഖത്തേക്ക് നോക്കി ദൈവത്തെ സ്തുതിക്കട്ടെ. കാലം ഒരു പ്രശ്നമല്ല, പ്രായം ഒരു പ്രശ്നമല്ല. സാഹചര്യങ്ങളെ അനുകൂലമാക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ പ്രായം നോക്കാതെ, നിന്റെ കഴിവുകളെ നോക്കാതെ വാഗ്ദത്തങ്ങളിലേക്ക് കരം പിടിച്ചുയർത്തുന്ന ഒരു ദൈവമുണ്ട്. യഹോശാവ് 7ാമത്തെ വയസ്സിൽ രാജാവായി തീർന്നെങ്കിൽ വാഗ്ദത്തത്തിന് മാറ്റം വരാതിരുന്നതുപോലെ, ദാവീദേ, നിന്റെ സന്തതിയിൽ നിന്ന് ഒരുവൻ ശേഷിച്ചിരിക്കും രാജാവായി വാഴുവാൻ. വാഗ്ദത്തങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സാഹചര്യങ്ങളെ നോക്കി ഭയപ്പെടരുത്, സാഹചര്യങ്ങളെ നോക്കി വിധി എഴുതരുത്. ദൈവം ഒരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിച്ചിരിക്കും, അതങ്ങനെ തന്നെ സംഭവിച്ചിരിക്കും, അതങ്ങനെ തന്നെ സംഭവിച്ചിരിക്കും. അത് വിശ്വസിക്കുന്നവർ അല്പസമയം ആദരങ്ങളെ തുറന്ന് കരങ്ങളേക്ക് ഒന്ന് തട്ടി ആത്മാവിൽ ദൈവത്തെ ഒന്ന് ആരാധിച്ചു തുടങ്ങിയാട്ട്, വാഗ്ദത്തങ്ങളെ ഓർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ട്, ഇവിടെ വെളിപ്പെട്ടിരിക്കുന്ന ദൈവ സാന്നിധ്യത്തിൽ വാഗ്ദത്തങ്ങളെ ഓർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. ശബ്ദമുയരട്ടെ, ആരാധന ഉയരട്ടെ. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അബ്രഹാമിന്റെ ദൈവം എന്റെയും ദൈവം, യാക്കോബിന്റെ ദൈവം എന്റെയും ദൈവം, ഇസഹാക്കിന്റെ ദൈവം എന്റെയും ദൈവം. മാനദണ്ഡങ്ങൾ നോക്കാതെ വാഗ്ദത്തങ്ങൾ നിറവേറുന്ന ദിവസങ്ങളായി മാറുമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. നന്ദി കർത്താവേ. മമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിനാരാധന, മോറിയ മലയിൽ നിറഞ്ഞു നിന്ന ഇസ്ഹാക്കിൻ ദൈവത്തിന് ആരാധന. മമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിന് ആരാധന, ഓ മോറിയ മലയിൽ നിറഞ്ഞു നിന്ന ഇസ്ഹാക്കിൻ ദൈവത്തിന് ആരാധന. ആരാധന, ആരാധന, യാഹെന്ന ദൈവത്തിന് ആരാധന. ആരാധന, ആരാധന, ആത്മാവിലും സത്യത്തിലും ആരാധന. ആരാധന, ആരാധന, സത്യത്തിലും ആരാധന. യാബോക്കെന്ന കാടവിൽ ഇറങ്ങി വന്ന യാക്കോബിന്റെ ദൈവത്തിനാരാധന, ഓ കാരാഗൃഹത്തിൽ വീരപ്രവർത്തി ചെയ്ത യോസേഫിന്റെ ദൈവത്തിനാരാധന. യാബോക്കെന്ന കാടവിൽ ഇറങ്ങി വന്ന യാക്കോബിന്റെ ദൈവത്തിനാരാധന. കാരാഗൃഹത്തിൽ വീരപ്രവർത്തി ചെയ്ത യോസേഫിന്റെ ദൈവത്തിനാരാധന. ആരാധന, ആരാധന, യാഹെന്ന ദൈവത്തിനാരാധന. ആരാധന, ആരാധന, ആത്മാവിലും സത്യത്തിലും ആരാധന. ഓ
മരുഭൂമിയിൽ മന്നദാനം നൽകിയ ഇസ്രായേലിൻ ദൈവത്തിന് ആരാധന. കർമ്മേൽ എന്ന മാലയിൽ അഗ്നി അയച്ച ഏലിയാവിൻ ദൈവത്തിന് ആരാധന. മരുഭൂമിയിൽ മന്നദാനം നൽകിയ ഇസ്രായേലിൻ ദൈവത്തിന് ആരാധന. കർമ്മേൽ എന്ന മാലയിൽ അഗ്നി അയച്ച ഏലിയാവിൻ ദൈവത്തിന് ആരാധന. ആരാധന ആരാധന യാഹ് എന്ന ദൈവത്തിന് ആരാധന. ഓ ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ആരാധന ആരാധന യാഹ് എന്ന ദൈവത്തിന് ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ഓ മിസ്രൈം എന്ന ദേശത്ത് മുഴങ്ങി നിന്ന മോശയുടെ ദൈവത്തിന് ആരാധന. മിസ്രൈം എന്ന ദേശത്ത് മുഴങ്ങി നിന്ന മോശയുടെ ദൈവത്തിന് ആരാധന. സിംഹത്തിന്റെ കുഴിയിൽ ഇറങ്ങി വന്ന ദാനിയേലിൻ ദൈവത്തിന് ആരാധന. ഓ സിംഹത്തിന്റെ കുഴിയിൽ ഇറങ്ങി വന്ന ദാനിയേലിൻ ദൈവത്തിന് ആരാധന. ആരാധന ആരാധന യാഹ് എന്ന ദൈവത്തിന് ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ആരാധന ആരാധന യാഹ് എന്ന ദൈവത്തിന് ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും കൃപ ലഭിച്ചോർ കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ക്ഷമ ലഭിച്ചോരെല്ലാം ഓ നന്മ ലഭിച്ചോരെല്ലാം കൃപ ലഭിച്ചോർ കൃപ ലഭിച്ചോരെല്ലാം ഓ ദയ ലഭിച്ചോരെല്ലാം ക്ഷമ ലഭിച്ചോർ ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ആരാധന ആരാധന യാഹ് എന്ന ദൈവത്തിന് ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ആരാധന ആരാധന യാഹ് എന്ന ദൈവത്തിന് ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും യാബോക്കെന്ന കടവിൽ ഇറങ്ങി വന്ന യാക്കോബിന്റെ ദൈവത്തിന് ആരാധന. കാരാഗൃഹത്തിൽ വീര്യപ്രവൃത്തി ചെയ്ത യോസേഫിന്റെ ദൈവത്തിന് ആരാധന. ഓ യാബോക്കെന്ന കടവിൽ ഇറങ്ങി വന്ന യാക്കോബിന്റെ ദൈവത്തിന് ആരാധന. കാരാഗൃഹത്തിൽ വീര്യപ്രവൃത്തി ചെയ്ത യോസേഫിന്റെ ദൈവത്തിന് മരുഭൂമിയിൽ മന്നദാനം നൽകിയ ഇസ്രായേലിൻ ദൈവത്തിന് ആരാധന. കർമ്മേൽ എന്ന മാലയിൽ അഗ്നി അയച്ച ഏലിയാവിൻ ദൈവത്തിന് ആരാധന. ഓ മരുഭൂമിയിൽ മന്നദാനം നൽകിയ ഇസ്രായേലിൻ ദൈവത്തിന് കർമ്മേൽ എന്ന മാലയിൽ അഗ്നി അയച്ച ഏലിയാവിൻ ദൈവത്തിന് മിസ്രൈം എന്ന ദേശത്ത് തുഴങ്ങി നിന്ന മോശയുടെ ദൈവത്തിന്. ഓ സിംഹത്തിന്റെ കുഴിയിൽ ഇറങ്ങി വന്ന ദാനിയേലിൻ ദൈവത്തിന് ആരാധന. മിസ്രൈം എന്ന ദേശത്ത് തുഴങ്ങി നിന്ന മോശയുടെ ദൈവത്തിന് ആരാധന. സിംഹത്തിന്റെ കുഴിയിൽ ഇറങ്ങി വന്ന ദാനിയേലിൻ ദൈവത്തിന് ആരാധന. ആരാധന ആരാധന യാഹ് എന്ന ദൈവത്തിന് ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ആരാധന ആരാധന യാഹ് എന്ന ദൈവത്തിന് ആരാധന.
നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്, ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്, ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്, ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാൻ. ഹല്ലേലൂയ 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 നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു. ഹല്ലേലൂയ 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 നമ്മുടെ യേശു. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. ദയവോ നീ എൻ്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. ദയവോ നീ എൻ്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു. ഹല്ലേലൂയ 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 യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ 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 യേശു ജീവിക്കുന്നു. ആരാധന ആരാധന യാഗന്ന ദൈവത്തിന് ആരാധന, ആരാധന ദയതോന്നി ചൊരിഞ്ഞ ദൈവത്തിന് ആരാധന, യാഗന്ന ദൈവത്തിന് ആരാധന. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, ആ ദൈവത്തിന് ആരാധന ആരാധന ആരാധന. ആത്മാവിലും സത്യത്തിലും ആരാധന 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 യാഗന്ന ദൈവത്തിന് ആരാധന ആരാധന ആരാധന. ആത്മാവിലും സത്യത്തിലും യേശുവേ ആരാധന ആരാധന യാഗന്ന ദൈവത്തിന്, എന്നെ ഉയർത്തുന്ന ദൈവത്തിന് ആത്മാവിലും സത്യത്തിലും ഞങ്ങൾ ആരാധിക്കും. ദയതോന്നി കൃപ ചൊരിഞ്ഞ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ഞങ്ങൾ ആരാധിക്കും. ആരാധനയ്ക്ക് യോഗ്യനായി ഒരുവൻ മാത്രം, ആരാധനയ്ക്ക് യോഗ്യനായി ഒരുവൻ മാത്രം, ഇന്നും ജീവിക്കുന്ന ഒരുവൻ മാത്രം, മരണത്തെ ജയിച്ച ഒരുവൻ മാത്രം, ദൈവമായ അങ്ങ് മാത്രം ദൈവം, അങ്ങ് മാത്രം ദൈവം, അങ്ങ് മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ. അങ്ങനെ ഉടയവൻ, അങ്ങനെ മെനഞ്ഞവൻ, അങ്ങനെ പേർ ചൊല്ലി വിളിച്ചവൻ, അങ്ങനെ സൗഖ്യമാക്കുന്ന ദൈവം, അങ്ങനെ വിടുവിക്കുന്ന ദൈവം, അങ്ങനെ തല ഉയർത്തുന്ന ദൈവം, അങ്ങനെ രക്ഷിക്കുന്ന ദൈവം, അങ്ങനെ സഹായിക്കുന്ന ദൈവം, അങ്ങനെ കരുതുന്ന ദൈവം. ഓ ആരാധന ആരാധന യാഗന്ന ദൈവത്തിന് ആരാധന ആരാധന ആരാധന. ആത്മാവിലും സത്യത്തിലും ഓ ആരാധന ആരാധന യാഗന്ന ദൈവത്തിന് ആരാധന ആരാധന ആരാധന. ആത്മാവിലും സത്യത്തിലും വഴി തുറക്കുന്ന ദൈവത്തിന് ആരാധന ആരാധന യാഗന്ന ദൈവം.
രക്ഷിച്ച ദൈവത്തിന് ആരാധന, ആരാധന. യാഗെന്ന ദൈവത്തിന് ആരാധന, ആരാധന, ആരാധന. ആത്മാവിലും സത്യത്തിലും കൃപ ചൊരിഞ്ഞ ദൈവത്തിന് ആരാധന, ആരാധന. യാഗെന്ന ദൈവത്തിന് ആരാധന, ആരാധന, ആരാധന. ആത്മാവിലും ദയതോന്നി കൃപ ചൊരിഞ്ഞ ദൈവത്തിന് ആരാധന, യാഗെന്ന ദൈവത്തിന് ആരാധന, ആരാധന, ആരാധന. ആത്മാവിലും സത്യത്തിലും, ആത്മാവിലും സത്യത്തിലും യാഗെന്ന ദൈവത്തിന് ആരാധന, ആരാധന. നന്ദി, നന്ദി. ദൈവത്തിന് ആരാധന, ആത്മാവിലും സത്യത്തിലും ആരാധന. രക്ഷിക്കുന്ന ദൈവമേ, വിടുവിക്കുന്ന ദൈവമേ, കാണിക്കുന്ന ദൈവമേ, ജീവനുള്ള ദൈവമേ, വീണ്ടും ചേർക്കാൻ വേഗം വരുന്ന ദൈവത്തിന് ആരാധന, 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 ആരാധന. ഓ നന്ദി, 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 നന്ദി. ശാഖാരാഖ ബാബാ ബാബാ റിഖ ബാബാ 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 ശാഖാരാഖ ധാര 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 ധാര. പരിശുദ്ധനേ നന്ദി, 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 നന്ദി. യേശുവേ ആരാധന, ആരാധന, ആരാധന. യാഗെന്ന ദൈവത്തിന് ആരാധന, ആരാധന, ആരാധന. ആത്മാവിലും സത്യത്തിലും ആരാധന, ആരാധന. ജീവനുള്ള ദൈവത്തിന് എന്റെ പാപത്തെ ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ എന്നിൽ നിന്ന് അകറ്റിയ ദൈവത്തിന് ആരാധന, ആരാധന. ആരാധനയിൽ വിടുതൽ, ആരാധനയിൽ വിടുതലുകൾ, ആരാധനയിൽ വിടുതലുകൾ, ആരാധനയിൽ ദൈവമഹത്വം, ആരാധന ദൈവമഹത്വം. അവന്റെ ദയയോ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, സ്തുതിയെന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, സ്തുതിയെന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, സ്തുതിയെന്നും അവന്. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, സ്തുതിയെന്നും അവന്. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, സ്തുതിയെന്നും അവന്. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, അവൻ നല്ലവേ, അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, സ്തുതി. അവൻ നല്ലവനല്ലോ, അവൻ നല്ലവൻ, അവൻ നല്ലവൻ, അവൻ നല്ലവൻ, അവൻ നല്ലവൻ, അവൻ നല്ലവൻ, നല്ലവനേ, വല്ലവനേ,
യേശുക്കേ ആരാധന. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവേൻ, അവിടുന്ന് നല്ലവനല്ലോ, അവിടുത്തെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ കരങ്ങളെ ഉയർത്തിയെന്ന് പറയാമോ? യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവേ, അവിടുന്ന് നല്ലവനല്ലോ, അവിടുത്തെ ദയ എന്നേക്കുമുള്ളത്. അതരങ്ങളെ തുറന്ന നമ്മുടെ കരമുയർത്തി പറയുവാൻ ആരോഗ്യം തന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് പറയാം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവേ, അവിടുന്ന് നല്ലവനല്ലോ, അവിടുത്തെ ദയ എന്നേക്കും ഉള്ളത്. നമ്മുടെ കരമുയർത്തി കർത്താവിനെ ശക്തിയോടെ മഹത്വപ്പെടുത്താമല്ലോ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. അവിടെ നല്ലവനാകയാൽ ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ആരാധനയിൽ വലിയ ദൈവ സാന്നിധ്യം ഇവിടെ ഒരുമിച്ച് അനുഭവിക്കുന്നല്ലോ. നാം അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യത്തിന് മുൻപിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് സന്തോഷത്തോടെ അധരം തുറന്ന് ശക്തിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയ്ക്കുകയും വിശേഷാൽ നമ്മുടെ ഇന്നത്തെ സഭായോഗത്തിൻ്റെ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവവചന ചിന്തകളിലേക്ക് നാം പ്രവേശിക്കാൻ പോവുകയാണ്. 92-ാമത്തെ സങ്കീർത്തനം നാം ഇവിടെ പാടി. അതിനകത്തു നിന്നൊരു ചെറിയ വാക്യശകലം എടുത്ത ദൈവമക്കളുമായി പ്രത്യേകിച്ച് എന്ന യൂത്ത് സൺഡേ YP ഡേ കൂടായിരിക്കുമ്പോൾ ആ നിലകളിൽ ഒരു YP ദിന സന്ദേശമായും കൂടെ ചേർത്ത് അത് മുതിർന്നവർക്കും യൗവനക്കാർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും പ്രയോജനപ്പെടത്തക്ക നിലകളിൽ കർത്താവിൻ്റെ മനസ്സിൽ പ്രേരണ നൽകിയത് ദൈവമക്കളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടട്ടെ. 92-ാമത്തെ സങ്കീർത്തനത്തിൽ നിന്ന് സാംസ് 92 അതിൻ്റെ 12-ാമത്തെ വാക്യം വായിക്കുന്നു. സാംസ് 92 വേഴ്സ് 12. നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബാനോനിലെ ദേവദാരു പോലെ വളരും. ആ വാക്യം എല്ലാവരും ശ്രദ്ധിച്ചോ? നീതിമാൻ പന പോലെ തഴയ്ക്കും. The righteous will flourish like a palm tree. അടുത്തത് പറയുന്നത് രണ്ടാമത്തെ ഭാഗത്തോട് ലെബാനോനിലെ ദേവദാരു പോലെ അത് വളരും. They will grow like a cedar of Lebanon. ലെബാനോനിലെ ദേവദാരു പോലെ അത് വളരും. ഈ ദിവസങ്ങളിൽ വൃക്ഷങ്ങളെക്കുറിച്ചൊന്ന് പഠിക്കാനും ദൈവം ഇങ്ങനെ ഒരവസരം ഒരുങ്ങി. കഴിഞ്ഞ വ്യാഴാഴ്ച ഒലിവ് വൃക്ഷവുമായി ബന്ധപ്പെട്ടൊരു ചിന്തയാണ് ആ ഭവന പ്രാർത്ഥനയിൽ ഓർപ്പിച്ചത്. കടന്നു വന്നവർക്ക് അതറിയാം, അനുഗ്രഹമായിരുന്നുവെന്ന് ഞാൻ കരുതുന്നു. സ്തോത്രം. ഇന്ന് പകൽ 2 വൃക്ഷങ്ങളുടെ പേരുകൾ നാം വായിച്ച വാക്യത്തിലുണ്ടെങ്കിലും സമയത്തെ മുൻനിർത്തി ഒരൊറ്റ വാക്യത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് പറയുവാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. നീതിമാൻ എന്നുള്ള ആ പദം എടുത്തേച്ച്, റൈച്ചസ് ആ പദം എടുത്തേച്ച് ഞാൻ ഇങ്ങനെ പറയുകയാണ്, ലെബാനോനിലെ ദേവദാരു പോലെ
വളരും, വളരും. 2 പദം ആ വാക്യത്തിലുണ്ട്. 1 ഗ്രോ, 2 ഫ്ലറിഷ്. 2 പദങ്ങൾ അവിടെ കാണുന്നുണ്ട്. വളർച്ചയുണ്ട്, ഒരു തഴപ്പുണ്ട്. ചേർന്നൊന്ന് പറയാമോ? ഒരു വളർച്ചയുണ്ട്, ഒരു തഴപ്പുണ്ട്. ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് ആവശ്യമായിട്ടിരിക്കുന്നത് ഒരു വളർച്ച, ഒരു തഴപ്പാണ്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ അടുത്ത ജനറേഷൻ ആവശ്യമായിട്ടിരിക്കുന്നത് ഒരു വളർച്ചയാണ്, ഒരു തഴപ്പാണ്. സ്തോത്രം. ഇവിടെ വായിച്ച വാക്യത്തിലും 2 പദങ്ങളിലായിട്ട് ഓർപ്പിച്ചു. 1 ഒരു പന, ഒരു പാം ട്രീയുടെ കാര്യം ഓർപ്പിച്ചിരിക്കുന്ന ഇങ്ങനെയാണ്, അത് തഴച്ചു വളരുന്നു. 2 പറഞ്ഞിരിക്കുന്നു സെഡാർ ഓഫ് ലെബനോൻ, ലെബാനോനിലെ ദേവദാരു. അതെങ്ങനെയാണ്? ലെബാനോനിലെ ദേവദാരു അത് വളർന്നു വരുന്നു. അപ്പോൾ അതിൻ്റെ പിൻപിൽ ഒത്തിരി ചരിത്രങ്ങൾ ഉണ്ട്. അതൊരു നീതിമാൻ അല്ലെങ്കിൽ ഒരു വിശ്വാസിയോടുള്ള ബന്ധത്തിൽ അങ്ങനെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വിശുദ്ധ തിരുവെഴുത്ത് പരിശോധിച്ചാൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വൃക്ഷങ്ങൾക്ക് പ്രാധാന്യതയുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യ ഭാഗത്ത് തന്നെ ജീവന്റെ വൃക്ഷത്തെക്കുറിച്ച് കാണുന്നുണ്ട്. ബൈബിൾ അവസാനിപ്പിക്കുമ്പോഴോ ജീവന്റെ വൃക്ഷത്തെക്കുറിച്ച്. അപ്പം തുടക്കത്തിലും വൃക്ഷമുണ്ട്, ബൈബിൾ അവസാനിപ്പിക്കുമ്പോഴും വൃക്ഷത്തെ കൊണ്ട് അവസാനിപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നാം വായിച്ച തിരുവെഴുത്തിനെ മാത്രം മുൻനിർത്തി ചില ചിന്തകൾ ഓർപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടട്ടെ. വിശ്വാസിയെ, ഒരു ദൈവ പൈതലിനെ മരത്തോട്, വൃക്ഷങ്ങളോട് ഉപമിച്ചുകൊണ്ട് ബൈബിൾ അനേക പ്രാവശ്യം അതിൻ്റെ വളർച്ച, അതിൻ്റെ ബലം, അതിൻ്റെ ഫലഭൂയിഷ്ഠമായ അനുഭവം, ഒത്തിരി കാര്യങ്ങൾ അർപ്പിക്കുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു വാക്യമായി യോസഫ് ഫലപ്രദമായ വൃക്ഷം. ഉൽപ്പത്തി 49:22, ജനസിസ് ചാപ്റ്റർ 49 വേഴ്സ് 22. അവിടെ കാണുന്നുണ്ട് യോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷമാണെന്ന് കാണുന്നു. അങ്ങനെ പല ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ നാം വായിച്ച ഈ ഭാഗത്തെ ചിന്ത ദൈവത്തിൻ്റെ തോട്ടത്തിൽ, അല്ലെ ദൈവം നട്ടിരിക്കുന്ന ഒരു വൃക്ഷം എന്നുള്ള ആശയത്തെ ബന്ധപ്പെടുത്തിയാണ് ഞാൻ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ലെബാനോനിലെ ദേവദാരു. ഒരു വാക്യം അതിനോട് ചേർത്ത് വായിക്കുന്നു. സംഖ്യാപുസ്തകത്തിലെ അതിൻ്റെ 24-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ. നമ്പേഴ്സ് ചാപ്റ്റർ 24 വേഴ്സസ് 5 and 6. അടുത്തത് അടുത്തത് ജലകാന്തികയുള്ള ദേവദാരുക്കൾ പോലെ തന്നെ. നിങ്ങൾ ശ്രദ്ധിക്കണമേ, സംഖ്യാപുസ്തകം 24-ാം അധ്യായം 5-6 വാക്യങ്ങളാണ് വായിപ്പാനിടയായത്. അതിൻ്റെ ഒരു ഭാഗം ഞാൻ മാത്രം എടുക്കുന്നു. അവിടെ ഇങ്ങനെ കാണുന്നു, ദൈവം നട്ടിരിക്കുന്ന, നിങ്ങൾ ശ്രദ്ധിച്ചോ, യഹോവ നട്ടിരിക്കുന്ന ചന്ദനവൃക്ഷങ്ങൾ പോലെ ജലകാന്തികയുള്ള ദേവദാരുക്കൾ പോലെ. അപ്പൊ അവിടുന്ന് ഒരു പദം മാത്രം ഞാൻ എടുക്കുന്നു. ഇങ്ങനെ ചേർത്ത് പറയാം, പ്ലാന്റഡ് ബൈ ദ ലോർഡ് ലൈക്ക് സെഡാർ ബിസൈഡ്സ് ദ വാട്ടേഴ്സ്. ആ പദം ഞാൻ ഇങ്ങനെ എടുക്കുകയാണ്, പ്ലാന്റഡ് ബൈ ദ ലോർഡ്, ദൈവം നട്ടിരിക്കുന്ന ലെബാനോനിലെ ദേവദാരു, വെള്ളത്തിനരികെ നട്ടിരിക്കുന്ന ദേവദാരു. ശ്രദ്ധിക്കുക, ദൈവം നട്ടിരിക്കുന്ന ഒരു വൃക്ഷം, ദൈവം നട്ടിരിക്കുന്ന ഒരു ദേവദാരു, ദൈവം നട്ടിരിക്കുന്ന വെള്ളത്തിനരികെ നിൽക്കുന്ന, ബിസൈഡ്സ് ദ വാട്ടേഴ്സ്, വെള്ളത്തിനരികെ നിൽക്കുന്ന ഒരു വൃക്ഷം. ആ വൃക്ഷത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, വെള്ളത്തിനരികെ നിൽക്കുന്ന ദേവദാരുക്കൾ പോലെ. ഇനി ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാമോ?
ഇന്നത്തെ ഈ മീറ്റിംഗിൽ ആരെങ്കിലും ക്ഷീണിച്ചിരിക്കുന്നെങ്കിൽ ഒരു സന്ദേശം പ്രാരംഭത്തിൽ കൈമാറുവാനുള്ളത് അതാണ്. വെള്ളത്തിനരികെ നിൽക്കുന്ന ഒരു ദേവദാരു പോലെയാണെങ്കിൽ ക്ഷീണിച്ചല്ല നിൽക്കുന്നത് ദൈവ പൈതലേ. അതിന് തഴപ്പുണ്ട്, അതിന് വളർച്ചയുണ്ട്, അതിന് ഫലമുണ്ട്, അതിന് കൊയ്ത്തുണ്ട്. അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയാകും. ഒന്നാമത്തെ ചിന്ത ഇതാണ്, ദൈവം നട്ടത് വെള്ളത്തിനരികെയാണ്. ദൈവം നട്ടിരിക്കുന്നത് വെള്ളത്തിനരികെയാണെങ്കിൽ അത് വെള്ളത്തിനരികത്തേക്ക് വേരൂന്ന് ഫലമുള്ളതായി തീരും. ഈ ആരാധനയിൽ യുവജനങ്ങളെ, ആരാധനയിൽ ഉള്ള ദൈവജനമേ, ഇങ്ങനെ അർപ്പിക്കട്ടെ. നമ്മുടെ നിൽപ്പ് ദൈവം നട്ടതാണെങ്കിൽ, ദൈവസഭയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നെങ്കിൽ വെള്ളത്തിനരികേക്ക് വരട്ടെ. ഇന്ന് പകൽ ക്ഷീണങ്ങളെ മാറ്റാൻ ദൈവം മതിയായവനാണ്. അവ ക്ഷീണങ്ങളെ മാറ്റാൻ, ബലഹീനതകളെ മാറ്റാൻ, അസ്വസ്ഥതകളെ മാറ്റുവാൻ വെള്ളമാകുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ് നമ്മെ ബലപ്പെടുത്തുന്നത്, നമ്മെ ശക്തിപ്പെടുത്തുന്നത്. ഈ ജലത്തിന്റെ സാന്നിധ്യമാണ്. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ് നമ്മെ ബലപ്പെടുത്തുന്നത്. സ്തോത്രം പറയാമോ? സ്തോത്രം. ഈ വൃക്ഷത്തിന്റെ 1-2 പ്രത്യേകതകളാണ് യൗവനക്കാരുമായി ബന്ധപ്പെടുത്തി സഭയുള്ള ബന്ധത്തിൽ പൊതുദൂതായിട്ടും നൽകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ഞാൻ അർപ്പിച്ചു നിൽക്കുന്ന എവിടെയാണ്? വെള്ളത്തിൻ്റെ അരികത്താണ് നിൽക്കുന്നത്. ഇനിയും ഇതിൻ്റെ പരിചരണം, ഈ ദേവദാരുവിൻ്റെ പരിചരണം നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ നാട്ടിൽ തണുപ്പ് പ്രദേശങ്ങളിലും ഹിമാലയത്തിലും വലിയ ഉയർന്ന പ്രദേശങ്ങളിലുമൊക്കെയാണിത് അധികമായി കാണുവാൻ കഴിയുന്നത്. വലിയ സുഗന്ധമുള്ള ചുവന്ന, അകത്ത് ചുവന്ന തടിയുള്ള, അല്ലെങ്കിൽ ചുവന്ന അകിലെന്നുള്ള പേരിൽ നമ്മുടെ നാട്ടിലൊക്കെ അറിയപ്പെടുന്ന ഒരു തടിയായിട്ടാണ് ഇത് നിൽക്കുവാൻ ഇടയായിത്തീരുന്നത്. ഇതിനുള്ളൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ പരിചരണങ്ങളാണ്. ഒരു സ്തോത്രം പറയാമോ? ഒന്നാമത്തെ ചിന്തയിലേക്ക് ഞാൻ വരുന്നു. സഭയുടെ ദൗത്യം പരിചരണം ആവശ്യമാണ്. ഒരു ട്രീയെ പ്ലാന്റ് ചെയ്യുവാൻ അതിന് പരിചരണം ആവശ്യമാണെങ്കിൽ, ചിലരെന്നോട് പറയാറുണ്ട്, ഇത്ര വർഷമായി അത് നട്ടിട്ട് കായ്ക്കുന്നില്ല, ഇത്ര വർഷമായിട്ട് അതിൽ ഫലങ്ങളൊന്നും കാണുന്നില്ല. പക്ഷേ അതിൻ്റെ പരിചരണം ശരിയായ രീതിയിലാണെങ്കിൽ ഫലങ്ങൾ ഉറപ്പ്. സെഡാർ ഓഫ് ലെബനോൻ, ലെബനോനിലെ ദേവദാരുവിനെ സംബന്ധിച്ച് അതിൻ്റെ വളർച്ച, അതിൻ്റെ പരിചരണമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഇത് വളർത്തണമെങ്കിൽ ഇതിന് ചുറ്റിനും വേലി കെട്ടി മുള്ളുകൊണ്ടോ കല്ലുകൊണ്ടോ ഒക്കെ വേലി വെച്ച് ഇത് മറ്റ് മൃഗങ്ങൾ കടിച്ചു കൊണ്ടുപോകാതെ, ഇത് പിഴുതുമാറ്റാതെ, ഇതിനെ സുരക്ഷിതമായി അതിനൊരു വേലിയൊക്കെ ഒരുക്കിയാണ് ഇത് വളർത്തി പരിപാലിച്ചു കൊണ്ടുവരുവാൻ ഇടയാകുന്നത്. ഞാൻ ഇതെന്തിനാ ഓർപ്പിക്കുന്നു ചോദിച്ചാൽ, ദൈവസഭയെ, യുവാക്കന്മാരെ, കുഞ്ഞുങ്ങളെ, ദൈവസഭയുടെ ദൗത്യമാണ് അടുത്ത ജനറേഷനെ പരിപാലിക്കേണ്ടത്. ഒരു പരിപാലനം ദൈവസഭയുടെ ആവശ്യമാണ്. ഒരു സെഡാർ മരത്തെ, ഒരു ദേവദാരു മരത്തെ അതിനെ പരിചരിക്കണമെങ്കിൽ അതിന് ചുറ്റും വേലി കെട്ടി അതിൻ്റെ കുഞ്ഞുനാളുകളിൽ അതിന് വേണ്ട പരിചരണങ്ങൾ കൊടുക്കണമെങ്കിൽ, അതുപോലെ തന്നെയാണ് ഒരു ദൈവ പൈതലാകുന്ന, നമ്മുടെ കുഞ്ഞുങ്ങളാകുന്ന, നമ്മുടെ തലമുറയാകുന്ന ഈ വൃക്ഷത്തെ, ഈ ദേവദാരുക്കളെ, ഇവിടെ ഇരിക്കുന്ന ഓരോ ദേവദാരുക്കളെ അതിനെ പരിപാലിക്കേണ്ട ഉത്തരവാദിത്വം ദൈവസഭയ്ക്കുള്ളതാണ്. പരിപാലിച്ചില്ലെങ്കിൽ എന്തു പറ്റും? അതിനെ കടിച്ചു കൊണ്ടുപോകും, അതിനെ മുറിച്ചു കൊണ്ടുപോകും, അതിൻ്റെ വളർച്ച മുരടിച്ചു പോകും, അത് ക്ഷീണിച്ചു പോകും, അത് വളരുകയില്ല, മുൻപോട്ടതിന് വളരുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് നല്ലൊരു പരിചരണം അതിനാവശ്യമാണ്. സഭയെ, നമ്മുടെ സഭ ഈ ദേശത്ത് ദൈവം നട്ടിരിക്കുമ്പോൾ യുവാക്കന്മാരെ വളർത്തിയെടുക്കുകയും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുകയും
വേണ്ട പരിചരണങ്ങൾ അത് വേലികെട്ടി സൂക്ഷിക്കേണ്ടടുത്ത് വേലികെട്ടി സൂക്ഷിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ ഭവനത്തിൽ, ഈ ആവർത്തന പുസ്തകം 22-ാം അധ്യായത്തിൽ ഒരു വാക്യം ഇങ്ങനെയാണ്: നിങ്ങളൊരു വീട് പണിയുമ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന്, 8-ാം വാക്യം വായിക്കുമ്പോൾ, ഡ്യൂട്രോണമി ചാപ്റ്റർ 22:8, നിങ്ങളൊരു വീട് പണിയുമ്പോൾ വല്ലവനും അതിൽ നിന്ന് വീഴാതിരിപ്പാൻ അതിനൊരു കൈമതിലുണ്ടാക്കണം. ഒന്ന് ചേർന്നെന്ന് പറയാമോ? ഒരു ഫെൻസിങ് ആവശ്യമാണ്. എന്തിനാണ്? മറിഞ്ഞു പോകാതിരിപ്പാൻ, വീഴാതിരിപ്പാൻ. ഇതുപോലെ തന്നെയാണ് ഒരു ദൈവ പൈതലിനുള്ള ബന്ധത്തിൽ സംരക്ഷണം. പ്രാർത്ഥനയുടെ മതിലേ, ദൈവമക്കൾക്ക് ചുറ്റുമുള്ള പ്രാർത്ഥനയുടെ മതില്, അത് സഭയുടെ ദൗത്യമാണ്, മാതാപിതാക്കളുടെ ദൗത്യമാണ്. കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയുടെ മതിലിനകത്ത് ചുറ്റി നിർത്തേണ്ടത്. സ്തോത്രം. കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചേ, പ്രായമുള്ളവരെ ശ്രദ്ധിച്ചേ. ഞാനിങ്ങനെ ഒരു ചിന്ത ചേർത്ത് പറയട്ടെ. നമ്മുടെ അമ്മമാരൊക്കെ സ്കൂളിൽ പോകുന്ന സമയം വരെയും എന്തെങ്കിലുമൊക്കെ പറയും, എന്തെങ്കിലുമൊക്കെ ദേഷ്യപ്പെടും. നമ്മൾ തിരിച്ചും പറയും, അമ്മയ്ക്ക് ഒരു ജോലിയും ഇല്ല, ഈ അമ്മയ്ക്ക് ഒരു ജോലിയുമില്ല, ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനൊരു കാര്യം ഇങ്ങനെ ചോദിക്കട്ടെ, നമ്മൾ മടങ്ങി വരുമ്പോൾ ആ ശബ്ദം ആ വീട്ടിൽ കേൾക്കാനില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ തിരിച്ച് സ്കൂളിൽ നിന്ന് വരുമ്പോഴോ, തിരിച്ച് കോളേജിൽ നിന്ന് വരുമ്പോഴോ, നിങ്ങളുടെ മാതാവ് നിങ്ങളെ ആവർത്തിച്ച് കുഞ്ഞെ അത് ചെയ്, ഇത് ചെയ്, ആ ശബ്ദം കേൾക്കാനില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ഫോൺ കോൾ ചെയ്യുമ്പോൾ അമ്മ എന്നുള്ള ആ ശബ്ദം അടുത്ത തലക്കൽ കേൾപ്പാനില്ലെങ്കിൽ നമ്മുടെ നൊമ്പരം എത്ര ആഴമായിരിക്കും, നമ്മുടെ വേദന എത്ര ആഴമായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചേർത്ത് പറയട്ടെ, നമ്മെ പരിചരിക്കാനാണ് അമ്മയുടെയും അപ്പൻ്റെയും ഒക്കെ ഓരോ വാക്കുകൾ. നാം ഒരിക്കലും ചിന്തിക്കുന്നില്ല, ഒരിക്കലും അങ്ങനെ ചിന്തിക്കുന്നില്ല. ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. അമ്മയെ ശക്തമായി ചിലപ്പോൾ നിങ്ങൾ വഴക്ക് പറയുമായിരിക്കും, പപ്പ ഇങ്ങനെയൊക്കെയാണോ എന്ന് ചോദിക്കുമായിരിക്കാം. പക്ഷേ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ആ ശബ്ദം കേൾപ്പാനില്ലെങ്കിൽ ഉണ്ടാകുന്ന ദുഃഖം, ആ ശബ്ദം നിലച്ചു പോയെങ്കിലുള്ള ദുഃഖം. അതുകൊണ്ട് സ്നേഹത്തോടെ ഞാൻ ഇങ്ങനെ അർപ്പിക്കട്ടെ, ഒരിക്കലും അമ്മമാരെ വേദനിപ്പിക്കണ്ട. കുഞ്ഞെ, അമ്മമാരെ വേദനിപ്പിക്കണ്ട, അപ്പന്മാരെ വേദനിപ്പിക്കണ്ട. ആ ശബ്ദം എപ്പോഴും ഇങ്ങനെ ശബ്ദിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ആ ശബ്ദം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ഓരോ പരിചരണമാണെന്ന് ഓർത്തുകൊള്ളുക. നമ്മെ ചുറ്റിപ്പരിപാലിക്കുന്ന ശത്രു അപകരിപ്പാതിരിക്കാനുള്ള ഒരു വേലിയാണ് മാതാപിതാക്കളുടെ ഉപദേശം. നമ്മെ നശിപ്പിച്ച് കളയാതിരിപ്പാൻ, ശത്രു അപകരിച്ച് കൊണ്ടുപോകാതിരിപ്പാൻ ഒരു ദേവദാരു വൃക്ഷത്തിന് ചുറ്റും മുള്ളുകൊണ്ടോ കല്ലുകൊണ്ടോ ഒക്കെ മറവെച്ച് ശത്രു അപകരിക്കാതെ വണ്ണം അതിൻ്റെ വളർച്ചയെ ചുറ്റി പരിപാലിക്കുന്നത് പോലെ മാതാപിതാക്കളുടെ ഉപദേശം, അവരുടെ വാക്കുകൾ നമ്മെ പരിചരിക്കുന്ന മാർഗങ്ങളാണ്. നമ്മളോടുള്ള ഉപദേശം നമ്മളെ ബലവത്താക്കുന്നതാണ്, ശത്രു അപകരിച്ച് കൊണ്ടുപോകാതിരിക്കാനാണ്. എന്നോട് ചേർന്ന് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ഇരിക്കുന്ന ഇരിപ്പില കരമുയർത്തിയെന്ന് പറയാമോ? ഇല്ല, വേദനിപ്പിച്ചെങ്കിൽ ക്ഷമിക്കണമേ, വേദനിപ്പിച്ചെങ്കിൽ ക്ഷമിക്കണമേ. ഹലോ, ശ്രദ്ധിക്കൂ, ഇന്ന് പകൽ ഞാൻ ഓർപ്പിക്കട്ടെ, വളർച്ച മുരടിച്ചു പോകാതിരിക്കാനുള്ള ഓരോ ഫെൻസിങ്ങുകളാണ് ഓരോ ഉപദേശങ്ങൾ. വളർച്ച മുരടിച്ചു പോകാതിരിക്കാനുള്ള ഓരോ വാക്കുകളാണ് നിങ്ങൾക്ക് ചുറ്റുമായി കെട്ടിയിരിക്കുന്ന വേലികൾ. ചിലപ്പോൾ അത് അരോചകമായില്ലേ? അങ്ങോട്ട് നോക്കിയാൽ കുഴപ്പം, അങ്ങോട്ട് പോയാൽ കുഴപ്പം. എന്താ തിരിച്ചു പോയി, ഞാൻ അങ്ങോട്ട് പോയാൽ എന്താ? പക്ഷെ അമ്മയ്ക്കറിയാം കുഴപ്പമാണെന്ന്, പപ്പായ്ക്കറിയാം അങ്ങോട്ട് പോയാൽ കുഴപ്പമാണെന്ന്. എന്നാൽ ഈ പപ്പായുടെയും അമ്മയുടെയും ശബ്ദം നിങ്ങൾക്ക് അരോചകമായി തോന്നുന്നു. നിങ്ങൾ വീട്ടിൽ വരുമ്പോൾ ആ ശബ്ദം കേൾപ്പാനില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും ആ ശബ്ദത്തിൻ്റെ വില എന്താണെന്ന്. ഒന്ന്, പരിചരണം. ലബാനോനിലെ ദേവദാരുവിന് ശക്തമായൊരു പരിചരണം ആവശ്യമാണെങ്കിൽ ഇതിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത ഞാൻ ഇങ്ങനെ അർപ്പിക്കാം. ഈ ചെടിക്കൊരു പ്രത്യേകതയുണ്ട്.
ഈ ദേവദാരുവിന് ഇത് നല്ല ഉയരത്തിൽ വളരും. ഞാൻ മനസ്സിലാക്കിയപ്പോൾ 100 അടി ഉയരം വരെ വളരും. എത്രയാണ്? ഹലോ, മയങ്ങരുത്. എത്ര അടിയാണ്? 100-120 അടി ഉയരത്തിൽ വരെ ഇത് വളരുവാനിടയായിത്തീരും. പക്ഷെ ഇതിനൊരു പ്രത്യേകതയുണ്ട്. എത്ര അടി ഉയരത്തിൽ പോയാലും ഇതിൻ്റെ വേരുകൾ താഴേക്ക് വളർന്നുകൊണ്ടിരിക്കും. ഞാൻ ആദ്യം ഓർപ്പിച്ചു, ഈ വൃക്ഷം ദൈവം നട്ടിരിക്കുന്നത് എവിടെയാണെന്ന് ഓർപ്പിച്ചത്? വെള്ളത്തിനരികെ നട്ടിരിക്കുകയാണ്. ഈ വൃക്ഷത്തിനൊരു പ്രത്യേകതയുണ്ട്. എത്ര ഉയരത്തിലേക്ക് പോയാലും അതിൻ്റെ വേരുകൾ താഴേക്ക് പോകും. 40-50 അടി ഉയരത്തിൽ താഴേക്ക് വരെ ഇതിൻ്റെ വേരുകൾക്ക് പോകുവാനുള്ള ശക്തിയുണ്ട്. അങ്ങനെയെങ്കിൽ ഈ വൃക്ഷത്തിൻ്റെ നിലനിൽപ്പെന്ന് പറയുന്നത് ആഴത്തിൽ വേരൂന്നിയുള്ള നിൽപ്പാണ്. ഈ വൃക്ഷത്തിൻ്റെ നിൽപ്പെന്ന് പറയുന്നത്, ഞാനൊരു പദം കൂടി ഇങ്ങനെ ചേർത്ത് പറയാ, ഇതിനൊരു പ്രത്യേകതയുണ്ട്. എന്നെ ഒന്ന് ശ്രദ്ധിക്കണമേ. ഈ വൃക്ഷം ഈ മുളയൊക്കെ വളയുന്നത് പോലെ, വളഞ്ഞ് താഴേക്ക് വരുന്നത് പോലെ നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഒരു മുളങ്കമ്പിൽ കയറിയിരുന്നാൽ ഇത് താഴേക്ക് വളഞ്ഞു വന്ന് നിലത്ത് മുട്ടു. എന്നാൽ അത് തിരിച്ചതുപോലെ തന്നെ സ്വസ്ഥാനത്തേക്ക് പോയി നിൽക്കുവാനിടയാകും. കാറ്റ് പ്രതികൂലമാകുമ്പോൾ, വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ ഈ വൃക്ഷം വളയും, ചരിയും. നിലത്തോട്ടൊക്കെ ചിലപ്പോൾ മുട്ടുന്നെന്ന് തോന്നും. അതിൻ്റെ ശിഖരം വന്ന് പക്ഷെ ഒടിയുകയോ മറിയുകയോ ചെയ്യത്തില്ല. കാരണം എന്താണെന്നറിയാമോ? ഇതിനാഴത്തിലുള്ള വേരുണ്ട്. ഇതിൻ്റെ വേരിതിനെ താങ്ങി നിർത്തുന്നത് കൊണ്ട് അത് മറിയുവാനോ ഒടിയുവാനോ കഴിയത്തില്ല. ഇന്ന് പകൽ ദൈവവൈതലേ, ഞാൻ ഇങ്ങനെ ചേർത്ത് പറയാ, സഭയുടെ നിലനിൽപ്പ്, ദൈവമക്കളുടെ നിലനിൽപ്പ്, യൗവനക്കാരുടെ നിലനിൽപ്പെന്ന് പറയുന്നത് കൊലോസ്യ ലേഖനം 2:7 ഇങ്ങനെയാണ് പറയുന്നത്: ദൈവ പൈതലേ, അവനിൽ വേരൂന്ന്. കൊലോസ്യർ chapter 2:7 അവിടെ ഇങ്ങനെയാ കാണുന്നത്: അവനിൽ വേരൂന്നയും ആത്മീക വർധന പ്രാപിച്ചു നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരുപ്പേൻ. അങ്ങനെയാണെങ്കിൽ ദൈവസഭ തകരില്ലോ, ദൈവമക്കൾ തകരില്ലോ, പിതാക്കന്മാർ തകരില്ലോ, യൗവനക്കാർ തകരില്ലോ. അവരുടെ വേരെവിടെ? ക്രിസ്തുവിൽ വേരൂന്നിയാണ് അവർ വളരുന്നത്. അത് വിശ്വസിക്കുന്നവരെ കരമൊന്നടിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്താമോ? എൻ്റെ കുഞ്ഞ് ക്രിസ്തുവിൽ വേരൂന്നിയാണ്. എൻ്റെ മക്കൾ ക്രിസ്തുവിൽ വേരൂന്നിയാണ്. സഭ ക്രിസ്തുവിൽ വേരൂന്നിയാണ്. കുഞ്ഞേ, ആഴത്തിൽ വേരൂന്നട്ടെ, ക്രിസ്തുവിലേക്ക് ആഴത്തിൽ വേരൂന്നട്ടെ. എഫെസ്യ ലേഖന കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്. 3:17 വായിക്കുമ്പോൾ, പ്രാർത്ഥനയുടെയും ആത്മശക്തിയുടെയും വെളിപ്പാട് പ്രാപിക്കുവാൻ ധന്യനായ പൗലോസ്ലീഹ പ്രാർത്ഥിക്കുമ്പോൾ, എഫെസ്യർ 3:17 ഇങ്ങനെ ഒരു പദം പറഞ്ഞിട്ടുണ്ട്. എഫേഷ്യൻസ് chapter 3:17. സ്നേഹത്തിൽ ശ്രദ്ധിക്കണമേ. ദേവദാരു വൃക്ഷത്തിന്റെ നിലനിൽപ്പ്, ആഴമേറിയ വേര്, ഉയരം കൂടുന്തോറും താഴേക്ക് എന്ത് ചെയ്യും? വേരുകൾ വന്നു. ഒരു ദൂത് ഞാൻ പറയുക, യൗവനക്കാരെ, നിങ്ങൾ എത്ര ഉന്നതത്തിലെത്തിയാലോ ക്രിസ്തുവിലെ ആഴത്തിൽ വേരൂന്നണം. എത്ര വളർന്നാലും, എത്ര ഉന്നതിയിലെത്തിയാലും ക്രിസ്തുവിലെ ആഴത്തിൽ വേരൂന്നിയാൽ നിങ്ങൾ നശിക്കത്തില്ല. നിങ്ങൾ വിലപ്പെട്ടവരാണ്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ പ്രക്ഷോഭങ്ങളായിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കേണ്ട സാഹചര്യമുണ്ടായി. ഒറ്റ കാരണം. ആരാണതിന് കാരണക്കാര്? ഒരു രാഷ്ട്രീയ പാർട്ടികളല്ല. നമ്മുടെ ചീഫ് ജസ്റ്റിസോ മറ്റോ ഒരു വാക്ക് പറഞ്ഞിരുന്നു യൗവനക്കാരെ കുറിച്ച്. അവരാരാണെന്ന്? അവര് ക്രോക്രോച്ചാണെന്ന്. വെല്ലുവിളി ഏറ്റെടുത്തു. യൗവനക്കാർ ഉണർന്നു കഴിഞ്ഞപ്പോൾ രാജ്യം നിശ്ചലമായി. ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്, യൗവനക്കാർക്ക് വൻകാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും.
ആത്മീയ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ കഴിയും. എങ്ങനെ കഴിയും? നിങ്ങൾ ആഴമേറിയൊരു വേര് ക്രിസ്തുവിലേക്ക് വേരൂന്നും തോറും നിങ്ങൾ വളരും. നിങ്ങളുടെ വളർച്ചയുടെ ലക്ഷണം നല്ല മുടിയുള്ളതല്ല, സൗന്ദര്യമുള്ളതല്ല. ക്രിസ്തുവിൽ എത്രത്തോളം വേരുണ്ട്, അതാണ് നിങ്ങളുടെ വളർച്ചയുടെ രഹസ്യമെന്ന് പറയുന്നത്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ ഓർപ്പിച്ചല്ലോ, ഇത് കാറ്റടിക്കുമ്പോൾ ഇത് വളയും. പക്ഷെ സംഭവിക്കുന്ന എന്താണെന്നറിയാമോ? ഞാനൊരു ദൂത് ചിലരെ നോക്കി പറയുകയാണ്, ഇത് കാറ്റടിച്ച് തടി ഉലയുമ്പോൾ സംഭവിക്കുന്നത് ഇതിന് കടുപ്പം വർദ്ധിക്കുകയാണ്, ഇതിന് ശക്തി വർദ്ധിക്കുകയാണ്, ഇതിന്റെ ഗുണം വർദ്ധിക്കുകയാണ്, ഇതിന്റെ ശോഭ വർദ്ധിക്കുകയാണ്. ഈ തടിക്കകത്ത് കടുപ്പം വർദ്ധിക്കുകയാണ്. ജീവിതത്തിലെ കൊടുങ്കാറ്റ് പോലെയുള്ള പ്രതിസന്ധി, ജീവിതത്തിൽ എനിക്ക് മാത്രമേ ഉള്ളൂ ഇതുപോലെയുള്ള പ്രതിസന്ധികൾ എന്ന് ചോദിക്കുമ്പോൾ, പിതാവേ, മാതാവേ, ഇന്ന് പകരം ഒരു ദൂത് കൈമാറാനുണ്ട്. അല്ല, പ്രതിസന്ധി നിങ്ങൾക്ക് മാത്രമല്ല ഉള്ളത്, അത് വൃക്ഷങ്ങൾക്കുമുണ്ട്, പ്രകൃതിക്കുമുണ്ട്. പക്ഷേ കരുത്താക്കുന്ന ജീവിതത്തിന്റെ പ്രതിസന്ധിയാണ്, ജീവിതത്തിന്റെ പ്രതികൂലമാണ് നമ്മുടെ ശോഭ വർദ്ധിപ്പിക്കുന്നത്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അതുകൊണ്ട് പ്രതികൂലങ്ങളെ കണ്ട് വ്യാകുലപ്പെടേണ്ട, ജീവിതത്തിലെ വിഷമസന്ധികളെ കണ്ട് വ്യാകുലപ്പെടേണ്ട. സെഡർ ഓഫ് ലെബനോൻ, ലെബനോനിലെ ദേവദാരു പോലെ കട്ടിയുള്ളത്, ശോഭയുള്ളത്, ഉറപ്പുള്ളതുമായ ഒരു വൃക്ഷത്തെ പോലെ യൗവനക്കാരെ നിങ്ങളായി വരാനാണ് ചില ശോധനകൾ, നിങ്ങളായി വരാനാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പരിചരണം. ഒന്ന് ദൈവത്തെ സ്തുതിക്കാമോ? സ്തോത്ര. പ്രിയമാതാവേ, നമ്മൾ പലപ്പോഴും ഓർക്കും, എനിക്കേ ഉള്ളൂ ഈ പ്രതികൂലം, എൻ്റെ വീട്ടിൽ മാത്രമേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ പറയാ, ഈ പ്രതികൂലമായി എന്നെ കരുത്താക്കിയെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? എൻ്റെ ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധിയും വെല്ലുവിളികളും താഴ്ചകളും അനുഭവിച്ച കഷ്ടതകളും അനുഭവിച്ച അപമാനങ്ങളും നൊമ്പരങ്ങളുമാണ് എന്നെ കരുത്തുറ്റതാക്കിയെന്ന് പറയുവാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ഇന്ന് പകൽ അങ്ങനെ പറയാൻ കഴിയുമെങ്കിൽ കരമടിച്ചു ദൈവത്തെ സ്തുതിക്കാമോ? നിന്നെ കരുത്തുറ്റതാക്കുന്ന ജീവിതത്തിന്റെ പ്രതിസന്ധികളാണ്, ജീവിതത്തിന്റെ പ്രതിസന്ധികളാണ് എന്നെയും നിങ്ങളെയും കരുത്തുറ്റവരാക്കുന്നത്. ഒരു ദേവദാരു വൃക്ഷത്തോട് ചോദിച്ചാൽ പറയും, പ്രതിസന്ധിയോട് പ്രതിസന്ധികളാണ്. കാറ്റടിക്കും, കൊടുങ്കാറ്റുകൾ അടിക്കും, ചിലപ്പോൾ വളഞ്ഞ് നിലത്തോളം മുട്ടേണ്ടി വരും. പക്ഷെ അതിന് പറയുവാൻ കഴിയും, ഞാൻ എത്രയും മേളിലോട്ട് വന്നോ അത്രയും താഴോട്ട് വേറുള്ളത് കൊണ്ട് ഞാൻ മറിഞ്ഞു പോകുകയില്ല, ഒടിഞ്ഞു പോകുകയില്ല. ദൈവപൈതലെ, നീ തളരുകയില്ല, തലമുറയെ നിങ്ങൾ തളരുകയില്ല. കാരണം ആഴമേറിയൊരു വേര് ക്രിസ്തുവിലേക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ നിങ്ങളെ കരുത്തുറ്റതാക്കുന്നതാ. എൻ്റെ ജീവിതാനുഭവം, സുവിശേഷ വേലയ്ക്കിറങ്ങി 30-ാം ദിവസം എല്ലാ പ്രതീക്ഷകളെയും അസ്തമിപ്പിച്ചുകൊണ്ട് എൻ്റെ പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി, ഒറ്റയ്ക്കായിപ്പോയി. പക്ഷേ ജീവിത പ്രതിസന്ധികളാണ് കരുത്തുറ്റതാക്കിയത്, ഇവിടെ നിർത്തുവാൻ പ്രാപ്തരാക്കിയത്. അതുകൊണ്ടാണ് ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും. അതുകൊണ്ട് ധൈര്യമായിരിക്കെ, ജീവിതത്തിലെ പ്രതിസന്ധികൾ നിങ്ങളെ തളർത്തുകയല്ല, നിങ്ങളെ കരുത്തുറ്റവരാക്കുകയാണ്. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? ഞാൻ ഓടിച്ചൊന്ന് രണ്ട് ചിന്ത ചേർത്ത് പറയാം. ലെബാനോനിലെ ദേവദാരു ഏറ്റവും സുഗന്ധമുള്ളതും ഏറ്റവും കടുപ്പമുള്ളത് എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ ഊറാങ്കുത്തുക എന്ന് പറയും. ഇവിടെ വന്നപ്പോൾ കൊല്ലം ഭാഷയിൽ ഒരു അല്പം വ്യത്യാസമുണ്ട്. ഉളുന്തു കേരളത്തിലെന്ന് എന്തോ ഞാനിങ്ങനെ കേൾപ്പാനിടയായി എന്ന് പറഞ്ഞാൽ ഈ പൊടി പോലെ, അങ്ങനല്ലേ പറയുന്നത്? ഉളുന്തെന്നാണോ? ഉളുന്ത് ഓക്കെ, ഉളുന്തെന്ന് പറയും. അപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഊറാങ്കുറ്റുക എന്ന് പറയും. നിങ്ങൾക്കറിയാം, ഒരു വലിയ മർമ്മം ഞാൻ പറയാൻ പോവുക. ക്രിസ്തുവിൽ വേരൂന്നി കാറ്റടിക്കുമ്പോൾ തടി ഒലയ്ക്കും, പക്ഷെ തടി സ്ട്രോങ് ആകുക.
ദൈവവേദനയിലെ പ്രതികൂലങ്ങൾ ശക്തമാക്കുക. ഈ തടി ആടി ഉലയും തോറും ഇത് സ്ട്രോങ് ആകുക. ഞാൻ പഠനത്തിൽ മനസ്സിലാക്കിയത്, എനിക്കറിയാവുന്ന ഭാഷയിൽ പറയുക, ഊറാൻ കുത്താത്ത ഒരു തടിയായത്. ഒരു സ്വോത്രം പറയാമോ? അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, കുത്തല് വീഴാത്ത തടിയാണ് ഏത്? ലബാനോനിലെ ദേവദാരു. കുത്തി പൊടിയാകത്തില്ല, പൊടി നമ്മുടെ പെരയ്ക്കകത്ത് പൊടി വരത്തില്ല. കാരണം എന്താണെന്നറിയാമോ? ഇത് അനുഭവിച്ച പ്രതികൂലം ഇതിന് ശക്തി പകരുകയാണ്. നീ അനുഭവിച്ച പ്രതികൂലം നിന്നെ കരുത്തുറ്റതാക്കുകയാണ്. നീ അനുഭവിച്ച നൊമ്പരം നിന്നെ കരുത്തുറ്റതാക്കുകയാണ്. ജീവിത പ്രതിസന്ധികൾ തളർത്തുകയല്ല, കരുത്തുറ്റവരാക്കുകയാണ്. അത് വിശ്വസിക്കുന്ന എത്ര വേണ്ടി യൗവനക്കാരെ, നിങ്ങളുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങൾ, പഠനത്തോടുള്ള വെല്ലുവിളികൾ, സാഹചര്യങ്ങൾ, കടന്നുപോയ അനുഭവങ്ങളെല്ലാം നിങ്ങളെ കരുത്തുറ്റവരാക്കുകയാണ്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഓരോ ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാമോ? ഒരു വിശ്വാസി കാറ്റടിച്ചാൽ വീഴുന്നവരാകരുത്. ആഴത്തിൽ വേരൂന്നി കൊടുങ്കാറ്റടിക്കുമ്പോൾ ഓരോ കാറ്റും തടിയെ ഉറപ്പാക്കുന്നത് പോലെ പ്രതികൂലം അനുഭവിക്കുന്ന സഹോദരി, പ്രതികൂലം അനുഭവിക്കുന്ന സഹോദര, കുഞ്ഞെ, ഓരോ പ്രതികൂലവും ശക്തരാക്കണം. നമ്മളെ ഓരോ പ്രതികൂലവും നാളുകളിൽ കരുത്തുള്ളവരാക്കണം. നാളുകളിൽ കുത്തല് വീഴാതിരിപ്പാൻ, കമ്പുകെട്ട് വീഴാതിരിപ്പാൻ. ഞാൻ തടിയുടെ ഭാഷയിൽ പറയുന്നു. കമ്പുകെട്ടെന്ന് പറഞ്ഞാൽ അറിയാവല്ലോ. കമ്പ് വെട്ടുന്നിടം വെച്ച് എന്തുണ്ടാകും? കമ്പുകെട്ടുണ്ടാകും തടിക്ക്. അതുകൊണ്ടാണ് മരത്തോട് ചേർത്ത് കമ്പ് വെട്ടിക്കളയരുതെന്ന് പഠിപ്പിക്കുന്നത്, നീട്ടി വെട്ടണമെന്ന് പഠിപ്പിക്കുന്നത്. ഞാനിങ്ങനെ പറയട്ടെ, വിശ്വാസി കമ്പുകെട്ടില്ലാതെ നെവിരെ നിൽക്കുന്ന, ഉറപ്പുള്ള, ആഴത്തിൽ വേരൂന്നിയ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ കരുത്തുള്ളവരായി മാറണം യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ മറ്റൊരു പ്രധാന ചിന്ത പറയാൻ പോവുകയാണ്. ഈ തടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? ഒരു ദൈവപൈതലിനുള്ള ബന്ധത്തിൽ പറയാൻ പോവുകയാണ്. ലബാനോനിലെ ദേവദാരുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇതിന് നല്ല സുഗന്ധമായിരിക്കും. ഹോശേയ പ്രവചനം 14-ാം അധ്യായം 6-ാമത്തെ വാക്യം. ഹോശേയ chapter 14 verse 6. അവന്റെ വാസന ലബാനോൻ്റേത് പോലെയും ഇരിക്കും. ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഞാൻ ആ ഒരു പദം എടുക്കാനാണ് പറഞ്ഞത്. സ്തോത്രം. വാസന എങ്ങനെ ഇരിക്കും? വാസന. അപ്പൊ ഈ തടി മുറിച്ചാൽ തന്നെ ഇതിനെന്തോ ഉണ്ട്? ഒരു മണമാണ്, ഒരു പ്രത്യേക മണമുണ്ട്. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളുമാകുന്ന ദേവദാരുവിന് എന്തുണ്ട്? നല്ല സൗരഭ്യ വാസനയാണ്. നാം കടന്നുപോയ സാഹചര്യങ്ങൾ നമ്മെ കരുത്തുറ്റതാക്കി സൗരഭ്യ വാസനയുള്ളതാക്കുമെങ്കിൽ, ശ്രദ്ധിക്കൂ, ലബാനോനിലെ ദേവദാരു സൗരഭ്യമുള്ളതാണെങ്കിൽ 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 15-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നത്. 2 Corinthians chapter 2 verses 15. അതിങ്ങനെയാണ് വായിക്കുന്നത്: രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന്, ക്രിസ്തുവിന് സൗരഭ്യവാസനയാകുന്നു. ആരെ? ഞങ്ങൾ യുവാക്കൾ സൗരഭ്യവാസനയുള്ളവരാകുന്നു. ദൈവസഭ സൗരഭ്യവാസനയുള്ളതാകുന്നു. ദേവദാരു എങ്ങനെ സൗരഭ്യമുള്ളതാകുന്നു? അത് പ്രതികൂലം വരുമ്പോൾ തകർന്നു പോകാതിരിക്കുമ്പോൾ അതിൻ്റെ തടി കടുപ്പമുള്ളതാകുന്നു, അത് വാസനയുള്ളതാകുന്നു. രക്ഷിക്കപ്പെട്ട ദൈവപൈതലേ, ക്രിസ്തുവിൽ വേരൂന്നിയ ദൈവപൈതലേ, യുവാക്കന്മാരെ, ഒരു ദൂത് വിളിച്ചു പറയുന്നു: ഞാനും നിങ്ങളും കരുത്തേറും തോറും വാസന വർദ്ധിക്കുകയാണ്. ഞാനും നിങ്ങളും പ്രതികൂലം വർദ്ധിക്കും തോറും അതെ, നമ്മുടെ വാസനയും കരുത്ത് വർദ്ധിക്കുകയാണ്. വിശ്വസിച്ചാമൻ പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളും രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിച്ചു പോകുന്നവരുടെ ഇടയിലും എവിടെയായാലും ദൈവത്തിന് ആരാകണം?
വാസനയുള്ളവരാകണം, സുഗന്ധമുള്ളവരാകണം, യൗവനക്കാർ മൂല്യമുള്ളവരാകണം. നമ്മെ കാണുമ്പോൾ പറയണം, സുഗന്ധം പരത്തുന്ന കുഞ്ഞാണെന്ന്. നമ്മുടെ തലമുറകൾ, നമ്മുടെ യൗവനക്കാർ സുഗന്ധം പരത്തുന്നവരായി മാറണം. അവർ വാസനയുള്ളവരായി മാറണം. നല്ല ഫ്രാഗ്രൻസ് ഉള്ളവരായി, വാസനയുള്ളവരായി മാറണം. ഇതെങ്ങനെ സാധിക്കും? യേശുക്രിസ്തുവിന്റെ സൗരഭ്യം, കർത്താവിന്റെ സൗരഭ്യം ഞാനും നിങ്ങളും പരത്തുവാനായി ഇടയായി തീരണം. കർത്താവിന്റെ സൗരഭ്യം പരത്തുമ്പോൾ അത് മറ്റുള്ളവർക്ക് പ്രയോജനകരമായി, ഗുണകരമായി ഭവിപ്പാനായി ഇടയായി തീരും. ഞാൻ ഒന്ന് രണ്ട് ചിന്തകൾ പറഞ്ഞ് ഈ മെസ്സേജ് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത, ഇത് കൂട്ടത്തോടെ വളരുവാനിടയായിത്തീരും. ഇത് കൂട്ടത്തോടെ വളരും, ഒന്നിച്ചിത് വളരുവാനായിട്ടിടയായിത്തീരും. എന്താ അതിൻ്റെ ഗുണമെന്ന് ചോദിച്ചാൽ, ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങൾ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരസിയത് നിൽക്കുവാനിടയായിത്തീരും. സഭയോട് യൗവനക്കാരുള്ള സന്ദേശം ഇതാണ്: നാം ഐക്യതയോടെ നിൽക്കണം, ഒരുമിച്ച് നിൽക്കുവാനായിട്ടിടയായിത്തീരണം, അടുത്തടുത്ത് നിൽക്കുവാനായിട്ടിടയായിത്തീരണം, സഭ ഒന്നിച്ച് നിൽക്കുവാനിടയായിത്തീരണം. ഈ ദേവദാരുവിൻ്റെ ഒരു പ്രത്യേകതയാണിത്. ഒന്നിച്ച് നിൽക്കും, അടുത്തടുത്ത് നിൽക്കും. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഒന്നിച്ച് നിന്നാൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഒന്നിച്ച് നിന്നാൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. യൗവനക്കാർ ഒരുമിച്ച് നിന്നാൽ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായിത്തീരും. ആത്മീയ ഗോളത്തിൽ ഈ കാലഘട്ടത്തിൽ യൗവനക്കാർ ഒരുമിച്ച് ഒരു ദേവദാരു ചെടി പോലെ, വൃക്ഷം പോലെ നിങ്ങൾ നിന്നാൽ സൗരഭ്യവാസനയുള്ളവരായി, ദൈവസഭയ്ക്ക് നെടുന്തൂണുകളായി നിങ്ങൾ നിൽക്കുമ്പോൾ അവിടെ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയായിത്തീരും. കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? പ്രൈസ് ഗോഡ്. മറ്റൊരു ചിന്ത, രണ്ട് കാര്യം പറഞ്ഞ് ചിന്ത അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഒന്ന്, ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇത് വലിയ പൊക്കത്തിൽ വളരുമ്പോൾ തന്നെ ഇതിന് ദീർഘായുസ്സുള്ള ഒരു വൃക്ഷമാണ്. ചരിത്രം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: 1000 വർഷം മുകളിലൊക്കെ ഈ വർഷത്തിന് ആയുസ്സുണ്ട്. ഒരു സ്തോത്രം പറയാമോ? നീതിമാൻ പന പോലെ തഴയ്ക്കും, അവൻ ലബാനോനിലെ ദേവദാരു പോലെ വളരും എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് വെച്ചത് നശിച്ചു പോവുകയല്ല, ഇതിൻ്റെ വളർച്ച പൂർത്തീകരിക്കും. ഒരു ദൂത് ഞാൻ കൈമാറുകയാണ്, തലമുറയെ നോക്കി കൈമാറുകയാണ്. തലമുറ വളരുമെന്ന് ആത്മാവിൽ പ്രവചിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട്? 91-ാം സങ്കീർത്തനം അവസാന വാക്യവും ഇങ്ങനെ പറയുന്നത്: ദീർഘായുസ് കൊണ്ട് ഞാൻ നിനക്ക് തൃപ്തി വരുത്തും. അവന് എൻ്റെ രക്ഷ അവന് കാണിച്ചു കൊടുക്കും. ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ഈ വൃക്ഷത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ വൃക്ഷത്തിൻ്റെ പ്രത്യേകത, ഇത് ദീർഘായുസ്സുള്ളതാകുന്നെങ്കിൽ ദൈവം നട്ടിട്ടുള്ള സഭയിലെ വിശ്വാസിയാകുന്ന ഓരോ ദേവദാരുക്കളും, ഓരോ ദൈവമക്കളും, അവരെ ആയുസ് നൽകി നിർത്തുവാൻ ദൈവം മതിയായവൻ. ഈ പകൽ ആയുസ്സിനോടുള്ള പോരുകൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തുന്നവൻ, ദീർഘായുസ്സിനെ നൽകുന്നവൻ, നവരെ നിർത്തുന്നവൻ, ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തി പരിപാലിക്കുന്നവൻ, ഈ ശബ്ദം കേൾക്കുന്ന തലമുറകളുള്ള വെല്ലുവിളികളെ വെട്ടിമാറ്റി യേശു കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു ദേവദാരു വൃക്ഷം അത് ദീർഘായുസ്സോടെ തല ഉയർത്തി ഏറ്റവും ഉയർന്ന് ഒരു വൃക്ഷം പോലെ. യെസ്, ഞാനും നിങ്ങളും തല ഉയർത്തി നിൽക്കണം. നീ വായിപ്പിക്കാൻ സമയമില്ല. എസെക്കിയേൽ പ്രവചനത്തിലൊക്കെ 17-ാം അധ്യായം 22, 23, 24 വാക്യങ്ങളിലൊക്കെ എങ്ങനെ കാണുന്നുണ്ട്? ഇത് തല ഉയർത്തി നിൽക്കും ഈ ദേവദാരു. അതെ, ഇത് ഏറ്റവും തല ഉയർത്തി പടർന്നു നിൽക്കും. ക്രിസ്തുവുമായി ബന്ധപ്പെടുത്തിയും അത് ചിന്തിപ്പാനായിട്ട് കഴിയും. ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പോൾ വരുന്നില്ല. സമയങ്ങൾ
പരിമിതി നിമിത്തമായിട്ട്. എന്നാൽ തലമുറ തല ഉയർത്തി നിൽക്കുമെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? ഒന്ന് കരമുയർത്തിപ്പിടിച്ചേ, പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ തല ഉയർത്തി നിൽക്കണം, സൗരഭ്യമുള്ളതായിട്ട് മാറണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ തല ഉയർന്നു നിൽക്കണം, യൗവനക്കാരുടെ തല ഉയർന്നു നിൽക്കണം. അവരെ സൗരഭ്യമുള്ളവരായി മാറണം. അവര് ക്രിസ്തുവിൽ വേരൂന്നി നിൽക്കണം. അവരാത്മനിറവുള്ള കുഞ്ഞുങ്ങളാകണം, അഭിഷേകമുള്ള കുഞ്ഞുങ്ങളാകണം. അവസാനമായി ഈ സന്ദേശം വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ചേർത്ത് പറയാം. ഒത്തിരി ചിന്തകൾ നോട്ട് ചെയ്തെങ്കിലും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദേവദാരുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ശലോമോൻ ആലയം പണിതപ്പോൾ നിങ്ങൾക്കറിയാമോ, ഉപയോഗിച്ച ഉപകരണങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച മരം ഏതാണെന്നറിയാമോ? ദേവദാരുവാണ്. ലബാനോനിലെ ദേവദാരുവാണ് ഉപയോഗിപ്പാനിടയായി തീർന്നത്. 1 രാജാ 5:10 പറയുന്നു, ഹീരാം രാജാവ് ഇഷ്ടം പോലെ ദേവദാരുവിനെ കൊടുത്തു. 1 രാജാ 6:9-10 വാക്യങ്ങളിൽ പറയുന്നു, അതെ, അതിൻ്റെ തുലാമ, അതിൻ്റെ മച്ച്, അതിൻ്റെ കഥകളെ ശലോമോൻ പണിത ആലയത്തില് സുഗന്ധം പരത്തുന്ന ഈ തടിയാണ് ഏറ്റവും അധികം ഉപയോഗിപ്പാനിടയായെങ്കിൽ ഒരു പുതിയ നിയമദൂത് ഞാൻ കൈമാറുകയാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 3:12, റെവലേഷൻ ചാപ്റ്റർ 3 verse 12. ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു തൂണാക്കും. 1 രാജാ 5:6, ഫസ്റ്റ് കിങ് ചാപ്റ്റർ 5 verse 6. ഞാൻ അങ്ങനെ പറഞ്ഞത് അവസാനിപ്പിക്കാം. ലെബാനോനിൽ നിന്ന് ദേവദാരു മരം മുറിപ്പാൻ കൽപ്പന കൊടുക്കണം. ശ്രദ്ധിച്ച്, ആലയത്തിന്റെ പണിക്ക് ഏറ്റവും അധികം ഉപയോഗിച്ചത് ഏതാണെന്നറിയാമോ? സുഗന്ധം പരത്തുന്ന, കേടുവരാത്ത ലെബാനോനിലെ ദേവദാരു ഉപയോഗിച്ചെങ്കിൽ ഞാനിങ്ങനെ പറയട്ടെ, ഇത് സുഗന്ധം പരത്തു, ഇത് നവരെ വളരും, പ്രതികൂലങ്ങളിൽ തളർന്നു പോകത്തില്ല. എന്നാൽ ആലയത്തിന്റെ തൂണുകളാക്കി, ആലയത്തിനകത്തെ പ്രധാന തടികളാക്കി ഇത് മാറിയെങ്കിൽ, പുതിയ നിയമസഭ, ഇവിടെ ഇരിക്കുന്ന യൗവനക്കാര്, എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ ആലയത്തിന്റെ തൂണുകളാണ്. അതാ വെളിപ്പാട് 3:12 വായിച്ചത്. ജയിക്കുന്നവന് ഞാൻ ആലയത്തിന്റെ, കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? നിങ്ങളെ ആലയത്തിന്റെ തൂണുകളാക്കും. എത്ര യൗവനക്കാരങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്? എന്നെ ദൈവസഭയുടെ ഒരു തൂണാക്കി തീർക്കണം, ആലയത്തിൻ്റെ ഒരു നെടുന്തൂണാക്കി മാറ്റണം, ദൈവനാമത്തിന് വേണ്ടി എന്നെ നിർത്തണം ആഗ്രഹിക്കുന്ന യൗവനക്കാരെന്ന് കരമുയർത്തിപ്പിടിക്കാമോ? ഒരു ദേവദാരു വൃക്ഷം പോലെ എന്നെ ഒന്ന് നിർത്തണം, എന്നെ ഒന്ന് ആക്കി തീർക്കണം കർത്താവേ. ഒരു ദേവദാരു തകർന്നു പോകാതെ, തളർന്നു പോകാതെ, സുഗന്ധം പരത്തി കൊടുങ്കാറ്റടിക്കുമ്പോൾ അത് മറിഞ്ഞു പോകാതെ, ജീവിത പ്രതിസന്ധി അതിനെ കരുത്തുറ്റതാക്കിയെങ്കിൽ കേടുകൂടാതെ, പൊടിഞ്ഞു പോകാതെ, ആലയത്തിന് നെടുന്തൂണാക്കി നിർത്തുന്ന ദേവദാരു പോലെ എന്നെ ആക്കി തീർക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഈ സന്ദേശം കേൾക്കുന്ന എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. എന്നെ ഒന്ന് തീർക്കണം. എൻ്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ കരുത്തുള്ളതാക്കി, തളർന്നു പോകാതെ, സുഗന്ധം പരത്തുന്നവരാക്കി, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിൽ, നശിച്ചു പോകുന്നവരുടെ ഇടയിൽ കർത്താവേ സുഗന്ധം പരത്തുന്നവരാക്കി നിർത്തണം. കരങ്ങൾ ഉയർന്നിരിക്കട്ടെ. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ലജ്ജിക്കണ്ട, എനിക്ക് നിൽക്കണം. എങ്ങനെ? ലെബാനോനിലെ ദേവദാരു പോലെ, കരമുയർത്തി എന്ന് പറഞ്ഞ്, ലെബാനോനിലെ ദേവദാരു പോലെ കൊടുങ്കാറ്റൊലിച്ചു കളയാത്ത, ആലയത്തിന്റെ തൂണുകളാക്കുന്ന, കേടില്ലാത്ത, സുഗന്ധം പരത്തുന്ന, മുരടിപ്പില്ലാതെ ആഴത്തിൽ വേരിറങ്ങി, വർദ്ധിപ്പിച്ച്, ഫലങ്ങൾ കായ്പിച്ച്, തണലുകൾ നൽകി പ്രയോജനപ്പെടുന്ന ഒരു ദേവദാരു പോലെ എനിക്ക് പ്രയോജനപ്പെടണം. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്ന എത്ര യൗവനക്കാരുണ്ട്, എത്ര കുഞ്ഞുങ്ങളുണ്ട്. ഒരു ദേവദാരു പോലെ എനിക്ക് പ്രയോജനപ്പെടണം. ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച്
നിങ്ങളെ ഉപയോഗിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. എനിക്ക് സുഗന്ധം പരത്തണം, സുഗന്ധം പരത്തണം. കഴിഞ്ഞ നാളുകളിൽ അത് ദുർഗന്ധമുണ്ടായിരുന്നു. എനിക്ക് സുഗന്ധം പരത്തണം, എനിക്ക് സുഗന്ധം പരത്തണം. ഓ, ഒരു ദേവദാരു പോലെ എനിക്ക് പ്രയോജനപ്പെടണം. എന്നെ അതിനെ ഏൽപ്പിക്കുന്നു. ഓ, ഒന്ന് പ്രാർത്ഥിച്ച് എന്നെ അതിനെ ഏൽപ്പിക്കുന്നു. കർത്താവേ, സുഗന്ധം പരത്തുവാൻ എന്നെ ഏൽപ്പിക്കുന്നു. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളിൽ അസാധാരണ സുഗന്ധമുണ്ടാകട്ടെ. ക്ഷീണങ്ങൾ മാറട്ടെ, ബലഹീനതകൾ മാറട്ടെ, ഭാരങ്ങൾ മാറട്ടെ, മുരടിപ്പ് മാറട്ടെ, വളർച്ചയുടെ മുരളിപ്പ് മാറട്ടെ, ബുദ്ധിയുടെ മന്ദതകൾ മാറട്ടെ, പഠിപ്പിന്റെ മന്ദതകൾ മാറട്ടെ. നീ നശിക്കത്തില്ല, നീ വളരും. എങ്ങനെ വളരും? ലെബാനോനിലെ ദേവദാരു പോലെ വളരും. തലമുറയെ നോക്കി പ്രവചിക്ക്, കുഞ്ഞുങ്ങളെ നോക്കി പ്രവചിക്ക്. ലെബാനോനിലെ ദേവദാരു പോലെ വളരും. ഉയർത്തപ്പെട്ട കരങ്ങളെ നോക്കി ഞാൻ കൽപ്പിക്കുന്നു, നീ വളരും. ലെബാനോനിലെ ദേവദാരു പോലെ വളരും. നീ സുഗന്ധമുള്ളതായി തീരും. നശിക്കല്ലോ. പ്രവചിക്ക്, തലമുറയെ നോക്കി പ്രവചിക്ക്, കുഞ്ഞുങ്ങളെ നോക്കി പ്രവചിക്ക്. നിങ്ങൾ വളരും. ലെബാനോനിലെ ദേവദാരു പോലെ വളരും. കർത്താവേ, ഈ സന്ദേശം ജനത്തിന് കൈമാറി, സഭയ്ക്ക് കൈമാറി, യുവാക്കൾക്ക് കൈമാറി. അവർ വളരട്ടെ, അവരനുഗ്രഹിക്കപ്പെടട്ടെ. ഗ്രോ ലൈക്ക് എ സദാർ ഓഫ് ലെബനോൻ. ലെബാനോനിലെ ദേവദാരു പോലെ അവർ വളരട്ടെ, ഫലം കായ്ക്കട്ടെ, സുഗന്ധം വീശട്ടെ, നെവരെ നിൽക്കട്ടെ, ആലയത്തിൻ്റെ തൂണുകളാകട്ടെ, ദീർഘായുസ്സുള്ളവരാകട്ടെ. കർത്താവിൻ്റെ നാമം ചൊല്ലി അവരെ അനുഗ്രഹിക്കുന്നു. എല്ലാവരും അനുഗ്രഹിക്കപ്പെടും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ.